ഫൈനൽ അഡ്ജസ്റ്റ്മെന്റ് ആണേ. അവിടെ by preparing final accounts at the end of every accounting period. എല്ലാ അക്കൗണ്ടിംഗ് പീരീഡ് എൻഡിൽ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കും. All expenses and income should be taken into consideration. എല്ലാ എക്സ്പെൻസും ഇൻകവും നമ്മൾ എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യും. അക്കൗണ്ട് ബുക്സ് റിവീൽ ഓൺലി എക്സ്പെൻസസ് പെയ്ഡ് ഇൻ ഇൻകം റിസീവ്ഡ്. നമുക്ക് അക്കൗണ്ട് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സ്പെൻസ് ഏതൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇൻകം ഏതൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ദ എക്സ്പെൻസ് ഓഫ് കറണ്ട് ഇയർ മേ ബി സ്റ്റിൽ പേയബിൾ. കറണ്ട് ഇയറിൽ ഇൻകം നമ്മൾ കൊടുക്കാനുണ്ടെങ്കിൽ, ഓർ ദ എക്സ്പെൻസസ് ഓഫ് ദ നെക്സ്റ്റ് ഇയർ മൈറ്റ് ഹാവ് ബീൻ പെയ്ഡ് ദിസ് ഇയർ. അതുപോലെ തന്നെ എന്തെങ്കിലും എക്സ്പെൻസ് ഈ വർഷത്തെ കൊടുക്കാനുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. സം ഇൻകം ഓഫ് ദ കറണ്ട് ഇയർ റിമെയിൻ സ്റ്റിൽ റിസീവബിൾ. അതുപോലെ തന്നെ ഈ വർഷത്തെ ഇൻകം കിട്ടാനുണ്ടാവാം. ആസ് വെൽ ആസ് ഇൻകം ഓഫ് ദ നെക്സ്റ്റ് ഇയർ മൈറ്റ് ഹാവ് ബീൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? അടുത്ത വർഷത്തെ ഇൻകം നമ്മൾ മുൻകൂട്ടി വാങ്ങിച്ചിട്ടുണ്ടാവാം. ഡിപ്രീസിയേഷൻ ഓൺ അസറ്റ് വരും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്. നമുക്ക് ഡൗട്ട് ഉണ്ട്, ഡെപ്റ്റേഴ്സ് എല്ലാ പൈസയും തരില്ല, അതിന് പ്രൊവിഷൻ വയ്ക്കുന്നതായിട്ട് വരും. ഫോർ ദ കറണ്ട് ഇയർ വുഡ് നോട്ട് ബീൻ റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അസറ്റ്. കാരണം നമുക്കറിയാം നമ്മൾ റെസീറ്റ് പേയ്മെൻറ്റ് മാത്രമേ ബുക്കിൽ എഴുതത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരും. ഏതാ? എക്സ്പെൻസ് കൊടുക്കാനുണ്ട്, ഇൻകം കിട്ടാനുണ്ട്, ഇൻകം മുൻകൂട്ടി വാങ്ങിച്ചു, ഡിപ്രീസിയേഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യണം. Hence, we have to adjust these in the final accounts of the current year so that current profit or loss and financial position of the business can be ascertained. അപ്പോൾ കറണ്ട് ഇയറിലെ ബിസിനസിന്റെ പ്രോഫിറ്റ് ലോസും കണ്ടെത്തുമെങ്കിൽ ഈ പറയുന്ന അഡ്ജസ്റ്റ് നമ്മൾ നടത്തണമെന്നുള്ളതാണ് പറയുന്നത്. പാസ് ജേണൽ എൻട്രീസ് ടു അഡ്ജസ്റ്റ് ദീസ് ഐറ്റം. ഈ ഐറ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ജേണൽ എൻട്രി പാസ് ചെയ്യണം. എൻട്രീസ് വിച്ച് ആർ റിക്വയർഡ് ടു പാസ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിംഗ് പീരീഡ് ഈസ് കാൾഡ് അഡ്ജസ്റ്റ്മെന്റ്. അപ്പോൾ അക്കൗണ്ടിങ്ങിന്റെ എൻഡിൽ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ട് എൻട്രി പാസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ആണ്. ദീസ് അഡ്ജസ്റ്റ്മെന്റ് യൂഷ്വലി റിലേറ്റ് ടു ദ ഫോളോയിങ്. താഴെ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് ഒന്ന് ക്ലോസ് സ്റ്റോക്ക്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. ഇൻകം കിട്ടാനുണ്ട്, റിസീവ് ചെയ്തിട്ടില്ല. ഇൻകം റിസീവ്ഡ് അഡ്വാൻസ്, ഇൻകം മുൻകൂട്ടി വാങ്ങിച്ചു. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ്. അപ്രീസിയേഷൻ, ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റ്, പ്രൊവിഷൻ for discount on creditors, interest on capital, interest on drawings, deferred revenue expenditure, commission on profit, loss of goods on fire or accident, goods on approved basis, reserve fund, distribute as free sum. ഇത്ര അഡ്ജസ്റ്റ്മെന്റ് $18 അഡ്ജസ്റ്റ്മെന്റ് വരും. അപ്പോൾ ആദ്യം ഇവിടെ ക്ലോസ് സ്റ്റോക്ക് ആണ്. ദിസ് ഈസ് ദ വാല്യൂ ഓഫ് അൺസോൾഡ് ഗുഡ്സ് ലൈങ് ഇൻ ദ സ്റ്റോഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിംഗ് പീരീഡ്. അക്കൗണ്ടിംഗ് പീരീഡിൽ നമുക്കറിയാം ഗുഡ്സ് ഷോപ്പിൽ വിൽക്കാതെ കുറേ ഗുഡ്സ് ഇരിപ്പോൾ, അതാണല്ലോ ക്ലോസ് സ്റ്റോക്ക് ആയിട്ട് വരുന്നത്. യൂഷ്വലി ദർ ഈസ് നോ അക്കൗണ്ട് ഓൾറെഡി അപ്പിയറിംഗ് ഇൻ ദ ലെഡ്ജർ. നമുക്കറിയാം ഇങ്ങനെ വിൽക്കുക, അതിന് ലെഡ്ജറിൽ ഈ പറയുന്ന ക്ലോസ് സ്റ്റോക്ക് വിൽക്കാതിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഡീറ്റെയിൽസ് ഒന്നും കാണിച്ചിട്ടുണ്ടാവണമില്ല. ദെയർ ഫോർ ക്ലോസ് സ്റ്റോക്ക് വിൽ നോട്ട് അപ്പിയർ ഇൻ ദ ട്രയൽ ബാലൻസ്. അതുകൊണ്ടാണ് ക്ലോസ് സ്റ്റോക്ക് എവിടെ തരാത്തത്? ട്രയൽ ബാലൻസിൽ തരാത്തത്. ക്ലോസ് സ്റ്റോക്ക് നമ്മൾ ട്രയൽ ബാലൻസിൽ കണ്ടില്ലല്ലോ, അഡ്ജസ്റ്റ്മെന്റ് കണ്ടുള്ളേ അല്ലേ? It is given additional information. നമ്മളൊരു അഡീഷണൽ ഇൻഫർമേഷൻ തരും. ദ അഡ്ജസ്റ്റ്മെന്റ് റിഗാർഡിംഗ് ക്ലോസ് സ്റ്റോക്ക് ഹാസ് ദ ഫോളോയിങ് എഫക്റ്റ്. താഴെ പറയുന്ന രീതിയിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തത്. ക്ലോസ് സ്റ്റോക്ക് വിൽ ബി ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ഇത്തരം ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്തത് ദ ട്രേഡിംഗ് അക്കൗണ്ട് വിൽ ബി ക്രെഡിറ്റഡ് ടു എമൗണ്ട് ക്ലോസ് സ്റ്റോക്ക്. അപ്പോൾ ക്ലോസ് സ്റ്റോക്ക് നമുക്ക് ട്രയൽ ബാലൻസിൽ തരില്ല, അഡ്ജസ്റ്റ്മെന്റാണ് തരുന്നത്. അപ്പോൾ ക്ലോസ് സ്റ്റോക്ക് നമ്മൾ രണ്ടെടുത്തെടുക്കും. ക്ലോസ് സ്റ്റോക്ക് എവിടെയൊക്കെ എടുക്കും? ക്ലോസ് സ്റ്റോക്ക് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലും എടുക്കും, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും എടുക്കും. ക്ലോസ് സ്റ്റോക്ക് ഓഫ് ദ കറണ്ട് ഇയർ ബിക്കം ദ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ദ നെക്സ്റ്റ് ഇയർ. ഈ വർഷത്തെ ക്ലോസ് സ്റ്റോക്ക് അടുത്ത വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് വരികയും ചെയ്യും. ആൻഡ് ഈസ് ഷോൺ ഇൻ ദ ട്രയൽ ബാലൻസ് നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം നമ്മൾ ബാലൻസ് ഷീറ്റിൽ നെക്സ്റ്റ് ഇയറിൽ എന്ത് ചെയ്യുന്നത്? ട്രയൽ ബാലൻസിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് കാണിക്കും. ഈ വർഷത്തെ ക്ലോസ് സ്റ്റോക്ക് അടുത്ത വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് ട്രയൽ ബാലൻസിൽ വരികയും ചെയ്യും. ഇനി അഡ്ജസ്റ്റഡ് പർച്ചേസ് ആൻഡ് ക്ലോസ് സ്റ്റോക്ക് ആണ്. സംടൈംസ് ക്ലോസ് സ്റ്റോക്ക് മേ ബി ഇൻക്ലൂഡ് ഇൻ ദ ട്രയൽ ബാലൻസ് ഇറ്റ്സെൽഫ്. ചിലപ്പോൾ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ക്ലോസ് സ്റ്റോക്ക് ട്രയൽ ബാലൻസ് തന്നിരിക്കും. This means the opening stock and close stock are adjusted through purchase account. ഇത് ക്ലോസ് സ്റ്റോക്കും പർച്ചേസും, അതായത് ഇത് നമ്മൾ മീൻ ചെയ്യുന്ന ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസ് സ്റ്റോക്കും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏത് പർച്ചേസ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇൻ സച്ച് എ കേസ് ഓപ്പണിംഗ് സ്റ്റോക്ക് വിൽ നോട്ട് അപ്പിയർ ഇൻ ദ ട്രയൽ ബാലൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ കേസിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് വിൽ നോട്ട് അപ്പിയർ ഇൻ ദ ട്രയൽ ബാലൻസ്. അഡ്ജസ്റ്റഡ് പർച്ചേസ് ആൻഡ് ക്ലോസ് സ്റ്റോക്ക് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ വിൽ നൗ അപ്പിയർ. അഡ്ജസ്റ്റഡ് പർച്ചേസ് വിൽ ബി ടേക്കൺ ഇൻ ടു ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് ക്ലോസ് സ്റ്റോക്ക് വിൽ ബി ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ആണ് കേട്ടോ ഈ ഒരു കേസിൽ. ഇപ്പോൾ ടു ടൈപ്പ് ഓഫ് സിറ്റുവേഷൻ അവിടെ വരുന്നത്. ക്ലോസ് സ്റ്റോക്ക് ഗിവൺ ഔട്ട് സൈഡ് ദ ട്രയൽ ബാലൻസ് വരാം, ക്ലോസ് സ്റ്റോക്ക് ഗിവൺ ഇൻസൈഡ് ദ ട്രയൽ ബാലൻസ് വരാം. അപ്പോൾ അവിടെ ഇറ്റ് ഈസ് ബ്രോട്ട് ഇൻ ടു ബുക്ക് ബൈ പാസിംഗ് ഫോളോയിങ് എൻട്രി. ക്ലോസ് സ്റ്റോക്ക് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് നമ്പർ എൻട്രി പാസ് ചെയ്യും. അറിഞ്ഞാൽ മതി ഇതൊക്കെ.
ഒന്നാമത്തെ കണ്ടോ ഓപ്പണിംഗ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് 60,000, പർച്ചേസ് ഉണ്ട് 210, സെയിൽസ് 270, അങ്ങനെയാണ് 2,70,000. റിലവൻറ്റ് ഐറ്റം ഉള്ളി ഇത് ഗിവൺ ക്ലോസ് സ്റ്റോക്ക് 31 December 2013 80,000 ഡിഫറെൻറ്റ് ഐറ്റം അല്ലേ. ഇവിടെ കണ്ടോ 60,000 ഓപ്പൺ പർച്ചേസ് എഴുതി, ക്ലോസ് സ്റ്റോക്ക് നമ്മൾ 80,000 ഇവിടെ എഴുതി. അപ്പോൾ അവിടുത്തെ അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നു. ബാലൻസ് ഷീറ്റ് ക്ലോസ് സ്റ്റോക്ക് കൊണ്ട് 80,000 എഴുതി. ഞാൻ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടല്ലേ 80,000 കൊണ്ട് ആ രീതി ചെയ്യും. പിന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസ് സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നുണ്ടോ. പർച്ചേസ് അക്കൗണ്ട് ഓപ്പൺ സ്റ്റോക്ക് 60,000, ക്ലോസ് സ്റ്റോക്ക് അക്കൗണ്ട് പർച്ചേസ് 80,000 എൻട്രി ഇടുന്നതെന്നുള്ളത്. പർച്ചേസ് ഒക്കെ ഉള്ളത് പോസ്റ്റ് ചെയ്തു. അടുത്തതിന് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആണ്.